നമ്മൾ ഒക്കെ നേരത്തെ പറഞ്ഞതാണ് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിച്ചത്. ആ നിഗമനം തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ നിഗമനത്തിൽ കൃത്യമായിരിക്കുന്നു ക്യാബിനകത്ത് തന്നെ അർജുനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും വാഹനം ഇപ്പോൾ കരയിലേക്ക് എടുത്തിട്ടുണ്ട്. 2 ഭൂമി തീർച്ചയായും ഇതാ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുന്റെ വാഹനം കരയിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഭാഗം. അതാണ് ആ വാഹനത്തിന്റെ ക്യാബിൻ. നേരത്തെ അർജുന്റെ മൃതദേഹം ലഭിച്ചത് ഈ ക്യാബിനകത്ത് നിന്നായിരുന്നു. ആ ക്യാബിന്റെ ഭാഗമാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ക്യാബിൻ ആ വാഹനത്തിൽ നിന്ന്, അതായത് ക്യാബിനും ബോഡി ഭാഗവും ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് നമുക്ക് വാഹനം ഉയർത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ആ വാഹനം പൂർണ്ണമായും കരയിലേക്ക് ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ, ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനം ഇതാ പൂർണ്ണമായും വാഹനം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ടയറുകൾക്കടക്കം വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അർജുൻ ഓടിച്ചിരുന്ന വാഹനം, അർജുൻ അപകടത്തിൽപ്പെട്ട വാഹനം, അർജുൻ ഏറെ വൈകാരികമായി കണ്ടിരുന്ന, അടുപ്പം പുലർത്തിയിരുന്ന വാഹനം, ആ വാഹനമാണ് ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തുന്നത്. ജൂലൈ 16 ഇതേ വാഹനത്തിലായിരുന്നു അർജുൻ വിശ്രമിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭാരത് ബെൻസിന്റെ ലോറി ആണ് കരയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനമാണ് ജൂലൈ 16-ാം തീയതി അപകടത്തിൽപ്പെട്ടത്. ഇത് ശിരൂരിലെ ദേശീയപാത 66-ൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ ക്യാബിനകത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്ന, നിർത്തിയിട്ടിരുന്ന വാഹനമായിരുന്നു. അതിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുന്നു. നിമിഷങ്ങൾക്കകം ആ മണ്ണ് തള്ളി വാഹനത്തെ പുഴയിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെയാണ് ഈ വാഹനം പുഴയിലേക്ക് എത്തിയത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. അതിശക്തമായ കുത്തൊഴുക്കായിരുന്നു ആ സമയത്ത് പുഴയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പുഴയിൽ മണ്ണിനോടൊപ്പം പതിച്ച വാഹനത്തിന് പിന്നീടും സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അപകടം എന്നത് അത്രമേൽ വലിയ അപകടമായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ക്യാബിനുകൾ അടക്കം അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ചെറിയ അപകടങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാഹനമായിരുന്നു ഇത്. ഭാരത് ബെൻസിന്റെ ഏറ്റവും പുതിയ മോഡൽ വാഹനമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ അപകടമെങ്കിൽ അർജുൻ തിരിച്ചു വരുമെന്ന് ആ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത് ആ വാഹനം വീണ്ടും ഉയർത്തുവാനുള്ള ശ്രമം, അതായത് കരയിലേക്ക് പൂർണ്ണമായും ഉയർത്തി മാറ്റിവെക്കാനുള്ള ശ്രമം ആണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത് ബെൻസിന്റെ ലോറി വടം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് ഉയർത്തുമ്പോൾ ലോറിയുടെ പൂർണ്ണമായൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ സൈഡ് ബോഡി മാത്രമാണ് നശിച്ചു പോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അടർന്നു മാറിയിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോഡ് കയറ്റിയിരുന്ന അക്വേഷ്യ മരങ്ങൾ അടക്കം ഫുൾ ലോഡ് ആയിരുന്ന ഒരു ലോറി ആണ് ഇത്. വിശ്രമിക്കുന്ന സമയത്ത്, നിർത്തിയിട്ട സമയത്ത് ഫുൾ ലോഡ് ആയിരുന്നു എന്ന് മനാഫ് പറയുന്നുണ്ട്. ഈ ക്യാബിനകത്തായിരുന്നു അർജുൻ വിശ്രമിച്ചിരുന്നത്. ആ വിശ്രമിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നു അർജുൻ എന്നത്. അർജുൻ ആ വാഹനത്തിന്റെ ക്യാബിനകത്തുണ്ട് എന്നും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അർജുൻ അവിടെയാണ് വിശ്രമിക്കാറുള്ളത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതേ ക്യാബിനുള്ളിൽ നിന്ന് തന്നെയാണ് അർജുന്റെ മൃതദേഹം അല്പസമയം മുമ്പ് ലഭിച്ചത്. ആ മൃതദേഹം ഇനിയിപ്പോൾ ശാസ്ത്രീയമായ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിന് മുമ്പ് തന്നെ വിട്ടു നൽകിയേക്കുമെന്ന പ്രാഥമികമായ വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഫോറൻസിക് സർജൻ കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം മൃതദേഹം അർജുൻ്റേത് എന്ന് സ്ഥിരീകരിച്ചാൽ DNA പരിശോധനാ ഫലം വരുന്നതിന് വേണ്ടി കാത്തിരിക്കില്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴിതാ അർജുൻ ഓടിച്ചിരുന്ന വാഹനം അത് കരയിലേക്ക് അടുപ്പിച്ചു. അതിനുശേഷം കരയിലേക്ക് പൂർണ്ണമായും നീക്കം ചെയ്യുവാനുള്ള, ഇപ്പോൾ ഇത് പുഴയുടെ തീരത്ത് പുഴയും ചേരുന്ന ഭാഗത്ത് ആണ് ഉള്ളത്. അവിടെ നിന്ന് വാഹനം പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ കേടുപാടുകൾ വാഹനത്തിന് സംഭവിക്കുമ്പോൾ പോലും വാഹനം ഒടിയുകയോ തകരുകയോ ആ നിലയിൽ ചിതറിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വാഹനത്തിന്റെ ക്യാബിനും വാഹനത്തിന്റെ ബോഡി ഭാഗവും ഒരുമിച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ഭാഗങ്ങൾ അടർന്നു പോയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ ഈ വാഹനം, അർജുൻ ഓടിച്ചിരുന്ന വാഹനം, ആ വാഹനം പൂർണ്ണമായും കരയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമം ആണ് നടക്കുന്നത്. വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ക്രെയിനുകളുടെയും മറ്റും സഹായത്തോടെ JCBകൾ ഉപയോഗിച്ചുകൊണ്ട്
ഇപ്പോൾ നീക്കം ചെയ്യുന്നു. നേരത്തെ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പുഴയ്ക്ക് അടിത്തട്ടിൽ നിന്ന് വാഹനം മുകളിലേക്ക് ഉയർത്തിയത്. പിന്നീട് ജലത്തിലൂടെ തന്നെയാണ് എന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ വാഹനം കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ജലോപരിതലത്തിൽ നിന്ന് ഇനി മുകളിലേക്ക് ഉയർത്തുക എന്നത് കുറച്ചുകൂടി ശ്രമകരമായ ദൗത്യമാണ്. ചെറിയ ബോട്ടുകളുടെ അടക്കം സഹായത്തോടെയാണ് മുകളിലേക്ക് ഉയർത്തുന്നത്. വിദഗ്ധരായ സംഘം ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ വാഹനം പരിശോധിക്കുന്നു, എന്താണ് മുകളിലേക്ക് വാഹനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള തടസ്സങ്ങൾ എന്നത് പരിശോധിക്കുന്നുണ്ട്. വാഹനം പൂർണ്ണമായും, ലോറി പൂർണ്ണമായും കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇനി കരയിൽ നിന്ന് ഉയർത്തുക എന്നതിനാണ് ശ്രമിക്കുന്നത്. കരയിലേക്ക് ഉയർത്തി ബന്ധിപ്പിക്കുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അർജുന്റെ വാഹനമാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ വാഹനം കരയിലേക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ 71 ദിവസമായി നടത്തിയ തെരച്ചിലിന് ഒടുവിലിത അർജുന്റെ വാഹനം കണ്ടെത്തി. ആ വാഹനത്തിൽ നിന്ന് അർജുന്റെ മൃതദേഹവും കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ വാഹനം കരയിലേക്ക് അടുപ്പിക്കുന്നു. കരയിലേക്ക് അടുപ്പിക്കുമ്പോൾ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വാഹനത്തിന് എന്ന് പറയുമ്പോൾ തന്നെ വാഹനം ചിതറിപ്പോയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ക്യാബിൻ അടർന്നു മാറിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. ആ ക്യാബിനുള്ളിൽ തന്നെയാണ് അർജുനെ കണ്ടെത്താൻ സാധിച്ചത്. കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ, ലോറി ഉടമ പറഞ്ഞതുപോലെ അർജുൻ അതിലുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ജീവനോടെ അർജുൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷകൾ നേരത്തെ തന്നെ അസ്തമിച്ചിരുന്നു. അർജുന്റെ വാഹനം കണ്ടെത്തിയാൽ അർജുൻ എന്ത് സംഭവിച്ചു എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന കുടുംബം വ്യക്തമാക്കിയിരുന്നതാണ്. ഇതാ കുടുംബത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. അർജുൻ എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തത കൈവന്നിരിക്കുന്നു. കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം, മലയാളികൾ ഒന്നടങ്കം എന്താണ് അർജുന് സംഭവിച്ചത് എന്ന കാത്തിരിപ്പിൽ കൂടിയായിരുന്നു. ആ കാത്തിരിപ്പിന് കൂടിയാണ് വിരാമമായിട്ടുള്ളത്. അർജുൻ സഞ്ചരിച്ച വാഹനത്തിന് എന്ത് സംഭവിച്ചു എന്ന കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് അവസാനിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് അർജുന്റെ വാഹനത്തിന് എന്നത് വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ജൂലൈ 16 ശിരൂരിലെ ദേശീയപാതയെ 66 മണ്ണിടിച്ചിലുണ്ടാകുന്നു. ചെങ്കുത്തായ കൂറ്റൻ മലനിരയാണ് ഇടിഞ്ഞ് അതിവേഗം മണ്ണ് റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് പതിച്ചത്. ആ സമയത്ത് ഈ ദേശീയപാതയുടെ ഓരത്ത് നിർത്തിയിട്ടിരുന്ന അർജുന്റെ ലോറി, ആ ലോറി വലിയ കേടുപാടുകൾ സംഭവിക്കും